ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ. UK പോസ്റ്റ് ഓഫീസുകളൊക്കെ സജീവമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകളൊന്നും അത്ര സജീവമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക്, ഇന്നത്തെ തലമുറയ്ക്ക് കത്തുകൾ എന്താണെന്ന് പോലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടൊക്കെ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ കാലത്തൊക്കെ കത്തെഴുതാൻ പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി ഉണ്ടായിരുന്നു, കത്തെഴുതുക. ഇന്ന് അങ്ങനെ ഒരു എക്സസൈസ് സ്കൂളുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് കത്തെഴുതുന്നത്, എങ്ങനെയാണെന്ന് ഒരു വിഷയമായിട്ട് ഇന്ന് നമുക്ക് കുട്ടികൾക്കും എല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പണ്ട് നിങ്ങൾ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഓർക്കുന്നുണ്ടാവും, കത്തുകൾ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നതും അതിനുവേണ്ടി കാത്തിരുന്നതുമായ ഒരു കാലഘട്ടം. എത്ര കാലമെടുത്താണ്, 3 ദിവസം എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഒരു കത്തയച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താനും, കേരളത്തിനുള്ളിലാണെങ്കിൽ അത് തിരിച്ച് ഉടൻ മറുപടി അയക്കുന്നു. അങ്ങനെ ഇല്ലൻ്റുകളുടെയും പിന്നെ കാർഡുകൾ, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. നമുക്കതൊക്കെ ഒരു ഓർമ്മയാണിന്ന്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ അന്യമായിരിക്കുന്നു. ഒരു ഇല്ലൻ്റ് എന്താണെന്ന് പോലും അവർക്കറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇല്ലൻ്റുകളൊക്കെ പോസ്റ്റ് ഓഫീസിലുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എന്നിരുന്നാലും കത്തുകൾ എഴുതിയ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ കത്തുകൾ എഴുതിയിട്ടുണ്ട്. അതിനെ ഒന്ന് റിക്രിയേറ്റ് ചെയ്യുകയാണ് ഇന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും. കുറച്ച് പേർക്കെങ്കിലും ഒന്ന് മനസ്സിലാകാമല്ലോ എങ്ങനെയായിരുന്നു കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഇല്ലൻ്റിൻ്റെ മുകളിൽ സ്ഥലം എഴുതും, ഡേറ്റ് എഴുതും. അതൊക്കെ എന്തായിരുന്നു അല്ലേ. കാരണം വായിക്കുന്ന ആൾക്കറിയാം ഇവരെവിടെ നിന്നാണ് എഴുതുന്നതെന്ന്. എന്നിരുന്നാലും നമ്മൾ കത്തെഴുതുമ്പോൾ അതൊരു ഫോർമലായിട്ട് തന്നെയാണ് എഴുതുക. മുകളിൽ ഡേറ്റും സ്ഥലവും എഴുതും. പിന്നെ നമ്മളെങ്ങനെയാണ് തുടങ്ങുന്നത്, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരിക്ക്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുക. അത് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഹൃദ്യത, എത്ര അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കത്ത് വായിക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജാക്കും ക്രിസും അറിയുന്നതിന്. എല്ലാവരും സുഖമായിരിക്കുന്നുവോ? ജാക്കും ക്രിസും കൃത്യമായി സ്കൂളിൽ പോകുന്നുണ്ടായിരിക്കുമല്ലോ. രാവിലെ അപ്പായുടെ പ്രഷർ കൂട്ടാതെ നല്ല കുട്ടികളായി സ്കൂളിൽ പോകണം. ക്രിസിന് രാവിലെ ഭക്ഷണം കഴിക്കാനുള്ള മടി പാടില്ല കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള അടിപിടികൾ എങ്ങനെ പോകുന്നു? നന്നായി തന്നെ നടക്കുന്നില്ലേ? വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നാൽ ബാഗൊക്കെ യഥാസ്ഥാനം വെച്ച് ഡ്രസ്സുകളും കൃത്യമായി ഊരി വയ്ക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലും വരുമ്പോൾ തന്നെ അലസമായി TV മുൻപിൽ സോഫാ സെറ്റിയിൽ യൂണിഫോം പോലും മാറാതെ ബാഗ് ഡീപ്പോയിൽ വെച്ച് അലസമായി കിടന്നുകൊണ്ട് TV കാണുന്നത് അമ്മയ്ക്ക് മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ട്. എത്ര നേരം TV കണ്ടുവെന്ന് നിങ്ങൾ പോലും അറിയുന്നില്ലല്ലോ. പിന്നെ വൈകി വരുന്ന അപ്പായുടെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണോ നിങ്ങൾ യൂണിഫോം മാറുന്നതിന് റൂമിലേക്ക് ഓടുന്നത്? ഇതിനിടയിൽ എപ്പോഴോ ഒരു ചായ കുടിച്ചും കുടിക്കാതെയും അതിനിടയിൽ വീട്ടിൽ ചില തമ്മിലടിയും. മഴയില്ലെങ്കിൽ മുറ്റത്തുള്ള ബോള് കളികളും ഒക്കെ അങ്ങനെ തന്നെ മാറ്റമില്ലാതെ തുടരുന്നില്ലേ? അമ്മയ്ക്കിവിടെ സുഖം തന്നെ. നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ കോഴ്സ് ഏതാണ്ട് തീരാറായി. റിസർച്ച് സബ്മിറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കരമായ തണുപ്പാണ്. 3 മണി കഴിയുമ്പോഴേക്കും സന്ധ്യ മയങ്ങും. പിന്നെ ഒന്നിനും ഒരു ഉത്സാഹവുമില്ല. തണുപ്പും ഇരുട്ടും ഏകാന്തതയും വല്ലാത്ത വീർപ്പുമുട്ടലാണ്. നിങ്ങളെന്നും പ്രാർത്ഥിക്കണം. മമ്മിയെ ശ്രദ്ധിച്ചോളണം. മമ്മി ചോദിക്കുന്നതിനൊക്കെ നല്ല കുട്ടികളായി മറുപടി പറയണം. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ആയതിനാൽ കത്ത് ചുരുക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ അമ്മ. ഇങ്ങനെ ഇതുപോലെ ഒരു കത്ത് വായിച്ച അനുഭവമോ എഴുതിയ അനുഭവമോ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ കത്തെഴുതുന്നത് പറഞ്ഞു കൊടുക്കുക. അവരെ ഒരു കത്തെഴുതാൻ പഠിപ്പിക്കുക. അതൊക്കെ അവരുടെ ഒരു ആശയം വളരുന്നതിനും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി വളർത്തുന്നതിനും ഉപകരിക്കുന്ന ഒരു മാർഗമാണ്. അപ്പോൾ ഇന്ന് ഇത്രമാത്രം നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.